നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന പല ആൾക്കാരും അതിപ്പോൾ വിദേശത്തിരുന്നു കൊണ്ടാണ് ഒത്തിരിയധികം കോൾസ് വരുന്നത് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അകലെ നമുക്ക് ഇവിടെ വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ബിൽഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ, നമുക്ക് ഒരു പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാവും, ഈ രീതിയിൽ ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ എടുക്കാൻ പോകുമ്പോൾ എപ്പോഴും നമ്മളൊരു ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കും കാണാം. അതിൻ്റെ പുറമേ ഉള്ള കാര്യങ്ങൾ എന്താണോ അതേ നമുക്ക് പറഞ്ഞു നൽകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്തറിയുന്നൊരു ബിൽഡേഴ്സാണ് കേട്ടോ. കാരണം ഇവരുടെ ഒരു വില്ല പ്രോജക്റ്റ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. അവരുടെ വർക്കും ക്വാളിറ്റിയും കാര്യങ്ങളും എല്ലാം നമുക്ക് അടുത്തറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 100% ഉറപ്പ് നൽകി എനിക്ക് അവരെ പ്രൊമോട്ട് ചെയ്ത് നൽകാൻ സാധിക്കും കേട്ടോ. JJ ക്രിയേഷൻസിൻ്റെ JJ റോയൽസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം കേരളാതിപുരം ജംഗ്ഷന് തൊട്ടടുത്താണ്. ഇപ്പോൾ കേരളാതിപുരം ജംഗ്ഷൻ്റെ വികസനം ഞാൻ പറയേണ്ടത് തന്നെ നിങ്ങൾക്കറിയാം. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കേരളാതിപുരം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഒരു തോട് ക്രോസ് ചെയ്യുമ്പം തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്കിതിൻ്റെ ഈ ഒരു ഗേറ്റ് വന്നിട്ട് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഗേറ്റാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് മന്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉടനെ തുറക്കുന്നുണ്ടാവേ. ഇതേ നോക്കി, നമുക്കിത് ഈ രീതിയിൽ ടോട്ടലായിട്ട് 6.5 സെൻറ്റ് സ്ഥലത്ത് 2650 സ്ക്വയർ ഫീറ്റിൽ പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച ഹെവി ബിൽഡ് ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. ഇതിനകത്തുള്ള ഡിസൈൻ എലമെൻറ്റ്സ് എല്ലാം പക്കയാണ് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ എങ്ങനെയാ വെച്ചാൽ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഈ ബിൽഡിങ്ങിലൊക്കെ കാര്യങ്ങളിൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ പുതിയ പുതിയ ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള മാക്സിമം ഇന്നോവേഷൻസും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് അത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് വാരി വലിച്ചിട്ടുള്ള ലൈറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്കിതിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ടോപ്പ് നോച്ച് ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസും ഇതൊക്കെ വെച്ച് നീറ്റാക്കി ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ഒത്തിരി പേൾ ഗ്രാസൊക്കെ വെച്ച് ഇതുപോലൊരു അടിപൊളി ഒരു ട്രീയൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മുടെ മുൻവശം അത്യാവശ്യം വലിയൊരു കാർ പാർക്കിംഗ് സ്പേസാണ്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് നമ്മുടെ വീടിനകത്തേക്ക് എൻട്രി വരുന്നത്. ഇങ്ങനെ ഒരു വരാന്ത സ്പേസ് വരും. മുൻവശത്തുള്ള കട്ടള വാതിൽ എല്ലാം തന്നെ തേക്കും തടിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടും. ഫോയർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സ്പേസ് കിട്ടും. ഈ ഭാഗത്തായിട്ടും തേക്കും തടിയിലുള്ള ചെറിയൊരു ഡിസൈൻ വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഇത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് TV യൂണിറ്റ് സെറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തുള്ള ലൈറ്റിംഗ് നോക്കിയേ, നമുക്ക് അകത്ത് കയറുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിനൊരു സന്തോഷം നൽകുന്ന രീതിയിലുള്ള ലൈറ്റിംഗ് ആണ് അകത്തേക്ക് വരുന്നത്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. ഇവിടെ ആയാലും സീലിംഗ് എല്ലാം നല്ല രസമാണ് കേട്ടോ. അതുപോലെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് ഫിറ്റിങ്സ് ആയാലും സാനിറ്ററി വെയർസ് ആയാലും എല്ലാം പ്രീമിയമാണ്. നമുക്കിത് കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ്. അതുപോലെ ജാഗ്വാറിൻ്റെ പൈപ്പ് ഫിറ്റിങ്സ്, ഗ്രോഹെ തുടങ്ങി ഏറ്റവും പ്രീമിയം ബ്രാൻഡ്സാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ ബാർ ചെയേഴ്സും കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. കിച്ചണൊക്കെ നോക്കിയാൽ കിച്ചണിനകത്ത് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും പണി ചെയ്തിട്ട് പോകാൻ തോന്നത്തില്ല കേട്ടോ. അത്രയ്ക്കും നല്ല രസമുള്ള ആംബിയൻസ് ഉള്ള ഒരു കിച്ചണാണ്. ഇതിനകത്തുള്ള ഇതൊക്കെ നോക്കിയേ, ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ചിമ്മിനി ഹോബെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇവിടെ നിന്ന് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ ബാക്ക് യാർഡ് വരുന്നത്. ഇവിടെ ആയിട്ട് ഒരു ഇൻസിനറേറ്റർ ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട്. പുറത്തായിട്ട് സെർവൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ചിരിക്കുന്ന തന്നെ എസ്കോയുടെ കമോഡാണ് നമുക്കിവിടെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ചെറിയൊരു അടുക്കളത്തോട്ടമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മുടെ പിൻവശത്തായിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസാണ് വരുന്നത്. ഇതിൽ കബോർഡെല്ലാം നമുക്ക് ഇതുപോലെ ചുമരിനകത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂമിനകത്ത് നമുക്ക് ഒരു രീതിയിലുള്ള സ്പേസ് കൺസ്ട്രെയിൻ വരത്തില്ല. ഇവിടെ നോക്കി, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെൻസർ വെച്ചിട്ടുള്ള ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ആകുമ്പോൾ അകത്തേക്ക് പ്രകാശം കിട്ടും. നമുക്ക് അത്യാവശ്യം കബോർഡിനകത്ത് എന്തെങ്കിലും സാധനം കിട്ടണമെങ്കിൽ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏറ്റവും പ്രീമിയം ബ്രാൻഡ്സാണ് കേട്ടോ. ജാഗ്വാർ, ഗ്രോ തുടങ്ങിയ ഏറ്റവും പ്രീമിയം ബ്രാൻഡ്സാണ് ഇതിനകത്തെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇതേ കണക്ക് തന്നെ നമുക്ക് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു ബെഡ്റൂം ഈ ഭാഗത്തായിട്ട് കാണാം. ഈ റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് ഈ കയറിപ്പോകുന്ന ഈ ഒരു സ്പേസിൽ വലതുവശത്തായിട്ടാണ് നമ്മുടെ കബോർഡും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ളത്. ബെഡ്റൂം നോക്കിയാൽ വളരെ സ്പേഷ്യസ് ആണ്. ആ ഭാഗത്തായിട്ട് നമുക്കൊരു ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിങ്സ് ആണ്.
നമ്മുടെ ഈ സ്റ്റേഴ്സ് വരുന്നത് സാധാരണ നമ്മൾ കാണുന്നതിനെക്കാട്ടും സാധാരണ 0.9 ആണ്, 0.9 മീറ്ററാണ് നമ്മൾ സാധാരണ കൊടുക്കുക. ഇത് വന്നിട്ട് 1 മീറ്റർ വിഡ്ത്തിലാണ് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം തന്നെ GI പൈപ്പിൽ ഒരു ഫ്രെയിം ചെയ്ത് അതിന് വേണ്ട തേക്കുന്നടിയിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റേഴ്സ് ഒരുക്കിയിട്ടുള്ളത്. റെയിലിംഗ് ആയാലും തേക്കുന്നടിയിലും ഇതുപോലെ ഗ്ലാസ്സിലുമാണ് റെയിലിങ്ങിൻ്റെ വർക്കും ചെയ്തിട്ടുള്ളത്. മേളിലേക്ക് കയറി വരുമ്പോൾ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ആണ് കേട്ടോ. ഇവിടെ നോക്കി, ഇവിടെ നമുക്കൊന്ന് ഇരുന്ന് റിലാക്സ് ചെയ്യാം, ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ്. ഇത്രയും വലിയൊരു കോമൺ സ്പേസ് ആണ് നമുക്ക് മേളിൽ വരുന്നത്. ഇവിടെ നമുക്ക് 2 ബെഡ്റൂംസ് ഉണ്ട്. രണ്ടും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. നമ്മുടെ താഴത്തെ നിലയിൽ കണ്ട അതേ ലേഔട്ടിൽ ഈ ഒരു ബെഡ്റൂം. ഇതിനകത്ത് കബോർഡെല്ലാം സെയിം ആണ് കേട്ടോ, ഡിറ്റോ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സും എല്ലാം തന്നെ സിമിലർ ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. താഴത്തെ ബെഡ്റൂമിൻ്റെ അതേ സെയിം ലേഔട്ടാണ്, പക്ഷേ വാതിലിൻ്റെ എൻട്രൻസ് വന്നിട്ട് മറ്റതിൽ ഈ സൈഡിൽ നിന്നായിരുന്നു, ഇതിൽ ഇവിടെ നിന്നാക്കിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ബാക്കി കബോർഡ് വർക്കും കാര്യങ്ങളും എല്ലാം തന്നെ സിമിലർ ആണ്. അതുപോലെ ഇവിടെ നോക്കിയാൽ കൊതുകിനുള്ള മൊസ്കിറ്റോ നെറ്റും എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് എല്ലാം തന്നെ സിമിലർ ആണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അയണിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെക്കാം. ഇവിടെ ആയിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം. ഇത് നമ്മുടെ പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസാണ്. അപ്പോൾ അവിടെ നിന്ന് വാഷിംഗ് മെഷീനും തുണിയെടുത്ത് ഈ ഭാഗത്തായിട്ട് ഉണങ്ങാനിടാൻ സാധിക്കും. ഇത് പോയാൽ നമ്മുടെ മുൻവശത്ത് അത്യാവശ്യം നല്ലൊരു ബാൽക്കണി സ്പേസും കാണാൻ സാധിക്കും. ഈ രീതിയിലാണ് നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ആ ഒരു എൻട്രൻസിൻ്റെ വാതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയൊരു ബാൽക്കണി സ്പേസ് ആണ് വരുന്നത്. ഇവിടെ ആയാലും ഇങ്ങനെ പർഗോളാസ് കൊടുത്ത് അതിന് മേളിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, മഴ നനയത്തില്ല. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. മണ്ണന്തല ജംഗ്ഷൻ നമുക്കിവിടെ തൊട്ടടുത്ത്, അതുകൊണ്ട് തന്നെ സെൻറ് തോമസ് സ്കൂൾ അങ്ങോട്ടേക്ക് പോകാം. അതുപോലെ തന്നെ ഇവിടെ ശ്രീകാര്യം കയറണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. കാരണം മണ്ണന്തല കേരളാതിപുരം വഴി നമ്മുടെ പൗടിക്കോണത്തേക്ക് പോകുന്ന ആ ഒരു റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടക്കുവാണ്. അതിൽ ആ കേരളാതിപുരം ജംഗ്ഷനിൽ നമുക്കിപ്പം നിൽക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഭയങ്കര വൈഡായിട്ടാണ് അവിടെ ആ ഒരു ജംഗ്ഷൻ തന്നെ ഡെവലപ്പ് ആവുന്നത് കേട്ടോ. അതായത് ഒരു NH-ൻ്റെ അത്രയും തന്നെ വീതി ഉണ്ടാവും ആ റോഡിന്. ആ രീതിയിലാണ് ജംഗ്ഷനിലെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിയെടുക്കാം. ഉദ്ദേശിക്കുന്ന വില 1,85,00,000 രൂപയാണ്. ഞാൻ ടോപ്പ് നോച്ച് ക്വാളിറ്റി എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുള്ളൊരു വീട്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം. നമ്മുടെ ഈ ഗേറ്റ് വന്നിട്ട് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ പലർക്കും ഒരു സംശയം ഉണ്ടാവും, ഇത് കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന്. നമുക്കിവിടെ ഇൻവെർട്ടർ ഓൾറെഡി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സോളാർ വാട്ടർ ഹീറ്ററും പ്രോപ്പർട്ടിക്ക് അവൈലബിൾ ആണ്.